ഇപ്പൊ നമ്മള് ജീവിക്കുന്ന ലോകം ഒരു ഗ്ലോബൽ വില്ലേജ് ആണെന്നൊക്കെ പറയില്ലേ? യോഗ ലോകം മുഴുവൻ ചെയ്യുന്നു, ഇന്ത്യൻ റെസ്റ്റോറന്റുകൾ എല്ലാ നഗരങ്ങളിലും കാണാം. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും, എന്തൊരു നല്ല കാര്യമാണിത്, സംസ്കാരങ്ങൾ തമ്മിലിങ്ങനെ ഇടകലരുന്നത് നല്ലതല്ലേ? പക്ഷേ എല്ലാ സാംസ്കാരിക വിനിമയങ്ങളും അത്ര നിഷ്കളങ്കമാണോ? അതോ നമ്മൾ കാണാത്ത ചില വലിയ ചോദ്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ടോ? നമുക്കതൊന്ന് നോക്കാം. ഈയൊരു വാചകം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ആദ്യത്തെ ചിന്തയൊന്നു മാറും, അല്ലേ? സാംസ്കാരിക കൈമാറ്റം എന്ന് പറയുന്നത് എപ്പോഴും ഒരു കൊടുക്കൽ വാങ്ങൽ തന്നെയാണോ? അതോ ഒരു സംസ്കാരം മറ്റൊന്നിനെ വിഴുങ്ങുന്നതിന് തുല്യമാണോ? ഒരു വലിയ മത്സ്യം ചെറിയ മത്സ്യത്തെ കഴിക്കുന്നത് പോലെ. അതായത്, ഒരു സംസ്കാരം മറ്റൊന്നിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കുമ്പോൾ അത് സ്വയം വളരുകയാണോ? അതോ മറ്റേ സംസ്കാരത്തെ ഇല്ലാതാക്കുകയാണോ ചെയ്യുന്നത്? അപ്പം നമ്മുടെ പ്രധാന ചോദ്യം ഇതാണ്: രണ്ട് സംസ്കാരങ്ങൾ തമ്മിൽ ഇടപഴകുമ്പോൾ അതൊരു സൗഹൃദപരമായ ലയനമാണോ, അതോ ഒന്ന് മറ്റൊന്നിനെ കീഴടക്കുന്നതുപോലുള്ള ഒരു ഏറ്റെടുക്കലാണോ? ഇത് ശരിക്കും രണ്ട് ലോകവീക്ഷണങ്ങൾ തമ്മിലുള്ളൊരു വലിയ ഏറ്റുമുട്ടലാണ്. നമ്മുടെ ചിന്തകളെയും വിശ്വാസങ്ങളെയും രൂപപ്പെടുത്തുന്ന, പക്ഷേ നമ്മൾ അധികമൊന്നും ശ്രദ്ധിക്കാത്ത ചില അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ വലിയ വ്യത്യാസത്തിലേക്ക് കടക്കാം. അത് ചരിത്രത്തെ നമ്മളെങ്ങനെ കാണുന്നു എന്നതിലാണ്. പാശ്ചാത്യ ചിന്തയിൽ ചരിത്രപരമായ സംഭവങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇതിനെ നമുക്ക് ചരിത്രത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു ചിന്ത എന്ന് വിളിക്കാം. ഉദാഹരണത്തിന്, ജൂത-ക്രിസ്ത്യൻ മതങ്ങളിലൊക്കെ പണ്ട് നടന്ന ചില സംഭവങ്ങൾക്ക് ജീവൻ മരണ പ്രാധാന്യമുണ്ട്. അതായത്, ഈശു കുരിശിൽ മരിച്ചു എന്നതൊക്കെ ചരിത്രത്തിൽ നടന്ന, ആവർത്തിക്കാൻ പറ്റാത്ത സംഭവങ്ങളാണ്. ആ സംഭവങ്ങളിൽ വിശ്വസിച്ചാൽ മാത്രമേ ഒരാൾക്ക് ആത്മീയ രക്ഷ കിട്ടൂ എന്നാണ് അവരുടെ വിശ്വാസം. ഇപ്പോ നോക്കൂ, ഇതൊക്കെ വെറും കഥകളോ വിശ്വാസങ്ങളോ ആയിട്ടല്ല അവർ കാണുന്നത്. ഇതൊക്കെ ചരിത്രപരമായി സംഭവിച്ച കാര്യങ്ങളാണ്. ഈ സംഭവങ്ങളിലുള്ള നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളുടെ രക്ഷയിലേക്കുള്ള വഴി എന്നാണ് ക്രിസ്തീയ വിശ്വാസം പറയുന്നത്. എന്നാൽ നമ്മുടെ ധാർമ്മിക പാരമ്പര്യങ്ങളിലേക്ക് വന്നാൽ കാര്യങ്ങൾ നേരെ തിരിച്ചാണ്. യോഗ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷെ അത് അനുഭവിക്കാൻ പതഞ്ജലി എന്നൊരാൾ ചരിത്രത്തിൽ ജീവിച്ചിരുന്നു എന്ന് നമ്മൾ തെളിയിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇവിടെ പ്രധാനം ആ പരിശീലനവും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫലവുമാണ്, ചരിത്രപരമായ തെളിവുകളല്ല. ഇവിടെയാണ് ഹിസ്റ്ററി എന്ന പാശ്ചാത്യ ആശയവും ഇതിഹാസം എന്ന നമ്മുടെ ആശയവും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമാവുന്നത്. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അത് പണ്ട് നടന്ന, മാറ്റം വരുത്താൻ പറ്റാത്ത ഒരു കാര്യമാണ്, ഒരു ഫോട്ടോ പോലെ. എന്നാൽ ഇതിഹാസം അങ്ങനെയല്ല. അത് ഓരോ തലമുറയും പുതിയ രീതിയിൽ പറയുകയും പുതിയ അർത്ഥങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു ജീവനുള്ള ഒന്നാണ്. രാമായണവും മഹാഭാരതവും ഒക്കെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളല്ലേ. ഇനി നമുക്ക് അടുത്ത ഒരു പ്രധാന വ്യത്യാസത്തിലേക്ക് വരാം. മനുഷ്യൻ എന്തിനാണ് കഷ്ടപ്പെടുന്നത്? ഈ ചോദ്യത്തിന് ഈ രണ്ട് ലോകവീക്ഷണങ്ങളും നൽകുന്ന ഉത്തരങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. അപ്പോ എന്താണ് ഈ ജന്മപാപം? പാശ്ചാത്യ ചിന്ത അനുസരിച്ച് മനുഷ്യൻ ജനിക്കുമ്പോഴേ പാപിയാണ്. കാരണം പണ്ട് ആദവും ഹവ്വയും ചെയ്ത ഒരു തെറ്റിന്റെ ഭാരം നമ്മളെല്ലാവരും ചുമക്കുന്നു. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ഒറ്റയ്ക്ക് കഴിയില്ല. പുറത്തുനിന്ന് ഒരു രക്ഷകൻ വന്ന് നമ്മളെ രക്ഷിക്കണം. എന്നാൽ കർമ്മസിദ്ധാന്തം പറയുന്നത് നേരെ തിരിച്ചാണ്. നമ്മുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം മറ്റാരുമല്ല, നമ്മൾ തന്നെയാണ്, നമ്മുടെ മുൻകാല പ്രവൃത്തികളാണ്. പക്ഷെ ഇതിലെ നല്ല കാര്യം എന്താണെന്ന് വച്ചാൽ, ഇത് മാറ്റിയെടുക്കാനും നമുക്ക് തന്നെ കഴിയും. ഇവിടെ ആരും നിങ്ങളെ എന്നേക്കുമായി നരകത്തിലേക്ക് തള്ളിവിടുന്നില്ല. സ്വയം നന്നാവാൻ വീണ്ടും വീണ്ടും അവസരങ്ങളുണ്ട്. ഈയൊരു പട്ടിക നോക്കിയാൽ തന്നെ ഈ വ്യത്യാസം ശരിക്കും മനസ്സിലാവും. ഒന്നിൽ നമുക്ക് ആകെ ഒരു ജീവിതമേ ഉള്ളൂ. അതിൽ ചെയ്യുന്ന തെറ്റുകൾക്ക് എന്നേക്കുമായ ശിക്ഷ കിട്ടും. ഇത് വലിയ കുറ്റബോധത്തിനും പേടിക്കും കാരണമാകും. എന്നാൽ മറ്റേ കാഴ്ചപ്പാടിൽ ജീവിതം ഒരു ചക്രം പോലെയാണ്. നമ്മുടെ കർമ്മഫലങ്ങൾ താൽക്കാലികമാണ്. അത് നമുക്ക് ആശ്വാസവും സ്വയം മെച്ചപ്പെടാനുള്ള ഒരു പ്രചോദനവും നൽകുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാമത്തെ വളരെ അടിസ്ഥാനപരമായ ഒരു വ്യത്യാസമാണ്: ഐക്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് ഒരുപാട് ഭാഗങ്ങൾ ചേർന്ന ഒന്നാണോ, അതോ അടിസ്ഥാനപരമായി എല്ലാം ഒന്നുതന്നെയാണോ? ഈ രണ്ട് ചോദ്യങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പാശ്ചാത്യ ചിന്ത തുടങ്ങുന്നത് തന്നെ പല പല ഭാഗങ്ങളിൽ നിന്നാണ്. എന്നിട്ടവർ ചോദിക്കും, ഈ പലതിനെ എങ്ങനെ ഒന്നാക്കാം? എന്നാൽ ധാർമ്മിക ചിന്ത തുടങ്ങുന്നത് എല്ലാം ഒന്നാണെന്ന ആശയത്തിൽ നിന്നാണ്. എന്നിട്ട് ചോദിക്കുന്നു, ഈ ഒന്നിൽ നിന്ന് എങ്ങനെയാണ് ഇത്രയധികം വൈവിധ്യങ്ങളുണ്ടായത്? അപ്പോ എല്ലാം വേറെ വേറെയാണെന്ന് ചിന്തിക്കുമ്പോ എന്ത് സംഭവിക്കും? നമ്മൾ ലോകത്തെ രണ്ടായി തിരിക്കാൻ തുടങ്ങും. നല്ലത്, ചീത്ത, ശരി, തെറ്റ്, നമ്മൾ, അവർ എന്നിങ്ങനെ. ഈ കാഴ്ചപ്പാടില് ഒന്ന് മറ്റൊന്നിനേക്കാൾ എപ്പോഴും മെച്ചപ്പെട്ടതായിരിക്കും എന്നൊരു ചിന്ത വരും. എന്നാൽ
എല്ലാം ഒന്നാണെന്ന ചിന്തയിൽ നിന്ന് തുടങ്ങിയാൽ നമുക്ക് വൈവിധ്യങ്ങളെ ആഘോഷിക്കാൻ പറ്റും. അതിന്റെ ഏറ്റവും വലിയ ജീവനുള്ള ഉദാഹരണമാണ് കുംഭമേള. ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഗമം, കോടിക്കണക്കിന് ആളുകൾ. പക്ഷെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു സെൻട്രൽ ഓർഗനൈസർ ഇല്ല, ഒരു ഇവന്റ് മാനേജർ ഇല്ല. എന്നിട്ടും എല്ലാം എത്ര ഭംഗിയായി നടക്കുന്നു. കാരണം ആ ഐക്യം ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ശരി, ഇങ്ങനെയൊക്കെ നമ്മുടെ വ്യത്യാസങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ചിലർ ചോദിക്കും, ഇതൊക്കെ പഴഞ്ചൻ ചിന്തയല്ലേ, ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മളെ ലോകത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തില്ലേന്ന്. നമുക്കൊന്ന് നോക്കാം. ഒരിക്കലുമില്ല. ലോകത്തേക്ക് നോക്കൂ. ജപ്പാൻ ഒരു വലിയ സാമ്പത്തിക ശക്തിയാണ്. പക്ഷെ അവരുടെ സംസ്കാരം അവർ വിട്ടുകളഞ്ഞു? ഇല്ല. ഫ്രാൻസ് അവരുടെ ഭാഷയെ എത്രമാത്രം സ്നേഹിക്കുന്നു, അതിൽ അഭിമാനിക്കുന്നു. ചൈനയോ? അവർ ലോകത്തോട് പറയുന്നത് ഞങ്ങളെ ബഹുമാനിക്കണം, പക്ഷെ ഞങ്ങളുടെ രീതിയിലെന്നാണ്. അപ്പോ വ്യത്യസ്തരാവുന്നത് ഒറ്റപ്പെടുന്നതിന് തുല്യമല്ല. അതെ, യഥാർത്ഥ സാംസ്കാരിക വിനിമയം എന്ന് പറയുന്നത് ഒന്ന് മറ്റൊന്നിൽ അലിഞ്ഞ് ഇല്ലാതാവുന്നതല്ല, മറിച്ച് പരസ്പരം പഠിച്ചും ബഹുമാനിച്ചും ഒരുമിച്ച് വളരുന്നതാണ്. ഒരു പൂന്തോട്ടത്തിൽ പലതരം പൂക്കളുണ്ടാവുമ്പോഴല്ലേ കൂടുതൽ ഭംഗി? അപ്പോൾ നമ്മൾ ഏതു വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത്? മറ്റുള്ളവരുടെ ആശയങ്ങളെ നമ്മുടേതാക്കി മാറ്റുമ്പോൾ നമ്മൾ അവരെ ദഹിപ്പിച്ച് നമ്മുടെ ഭാഗമാക്കുകയാണോ, അതോ നമ്മുടെ പൂന്തോട്ടത്തിൽ ഒരു പുതിയ ചെടി നട്ട് അതിനെ വളർത്തുകയാണോ? നമ്മൾ ആ കടുവയാവണോ, അതോ ആ പൂന്തോട്ടക്കാരനാവണോ? ഇതിനുള്ള ഉത്തരം നമ്മൾ ഓരോരുത്തരുമാണ് കണ്ടെത്തേണ്ടത്.